ആസിഫ് അലി, രമേശ് നാരായണൻ ഇഷ്യൂ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയുടെ ആ ഒരു പുരസ്കാര ചടങ്ങിൽ വെച്ചിട്ടാണെങ്കിൽ രമേശ് നാരായണന് പുരസ്കാരം കൊടുക്കാൻ ആസിഫ് ഏട്ടനെ വിളിക്കുകയും ആങ്കർ വിളിക്കുകയും പിന്നീട് ഈ രമേശ് നാരായണ മൂർത്തി ആസിഫ് ഏട്ടൻ തരേണ്ട എനിക്ക് ആ ഒരു പുരസ്കാരം, പകരം ജയരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പുരസ്കാരത്തെ പോലും റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് മര്യാദ പോലും ഇല്ലാതെ അയാൾ ആസിഫ് ഏട്ടനെ അപമാനിച്ചിറക്കി വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ അയാൾക്ക് പറയാനുള്ള അയാളുടെ ഒരു സൈഡ്, അയാളുടെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതിനകത്ത് അയാൾക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത്? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, അല്ലാതെ അയാൾക്ക് ഇതുവരെ തെറ്റായിട്ട് അത് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇനി ആ ഒരു ആങ്കറിൻ്റെ, ആ ഒരു ഷോ ഹോസ്റ്റ് ചെയ്തിരുന്ന ആങ്കറിന് പറയാനുള്ള കുറച്ച് ഭാഗങ്ങളോടുണ്ട്, അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടതാണ്. അപ്പം ആ ഒരു ചേച്ചി കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനോടൊന്ന് പ്ലേ ചെയ്യാം. ഇന്നലെ നടന്ന മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകൻ ഞാനായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 9 സിനിമകൾ ഒരു ആന്തോളജിയായി MT വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള 9 സിനിമകളുടെ ഒരു ആന്തോളജി. അത് ഓഗസ്റ്റ് 15-ാം തീയതി വരാൻ പോവാണ്. സോ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. ഒരു സിനിമയല്ല, 9 സിനിമയാണ്. അപ്പോൾ 9 സിനിമകളിലെയും താരങ്ങൾ, അഭിനേതാക്കൾ, സംവിധായകർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, DOPs, ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുടെ വലിയൊരു നിര ഉണ്ട്. ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെയും ഇതിൽ ആരൊക്കെ വരും വരില്ല, ഇതിൽ കൃത്യതക്കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു. ഇൻ ബിറ്റ്വീൻ അതിന് പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. നിങ്ങളെല്ലാവരും കാണുന്ന പോലെ 1 മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 9 സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. 9 സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂരും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല, നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു. അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്താണെങ്കിൽ രമേശ് നാരായണ മൂർത്തിയുടെ പേരുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു പുരസ്കാരം തരുമ്പോൾ വേണേ മൂഞ്ചേച്ച് പോകണമായിരുന്നു. ഓക്കെ, അല്ലാതെ ഇമാതിരി ഷോയപ്പും കാര്യങ്ങളൊന്നും അല്ല കാണിക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ട് പറയുമ്പോഴത്തേക്കിന് ആ ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണിത് അല്ലേ. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നേണ്ടുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത ആളുകളുടെ അടുത്തായിരുന്നു നിങ്ങൾക്ക് തോന്നേണ്ടിയിരുന്നത്. അതൊരിക്കലും തീർക്കേണ്ടത് ആസിഫ് അലിയെ പോലെ ഒരു വ്യക്തിയുടെ അടുത്തല്ല നിങ്ങൾ തീർക്കേണ്ടത്. എന്നിട്ടും ഒരു ചിരിയിൽ മാത്രം ഒതുക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം എന്തായാലും ഈ ഒരു ചേച്ചിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളോട് ഞാൻ റിപ്ലൈ ചെയ്യാം. ഏത് സ്റ്റേജിൽ കയറുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കയറും, എൻ്റെ നാവിൽ നിന്ന് അപകടമൊന്നും വീഴരുതെന്നുള്ളത്. എന്നാലും സംഭവിക്കും, ഇത് വളരെ സ്വാഭാവികമാണ്. ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റും. പക്ഷേ അതാണ് ചൊടിപ്പിച്ചതെങ്കിലും, ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകളാണ് ചൊടിപ്പിച്ചതെങ്കിലും ആസിഫ് അലിയോട് അവഗണന കാണിക്കരുതായിരുന്നു. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനെ അങ്ങനെ ഒരു വല്ലാതെ പെയിൻഫുള്ളായൊരു സിറ്റുവേഷനിലേക്ക് നിർത്തിയതിന്, അത് കാണാൻ ആ നിമിഷത്തിൽ എനിക്കതിൽ ഇടപെടാൻ പറ്റിയില്ല എന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട്. ഇഫ് ഐ വുഡ് ഹാവ് സീൻ ദാറ്റ്, എന്തെങ്കിലും നമ്മളവിടെ ഒരു സംസാരം കൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്തേനെ, ലൈക്ക് ആസിഫിനെ ആ ഒരു പൊസിഷനിൽ നിർത്താതിരിക്കാനായിട്ട് സാധിച്ചേനെ. ബട്ട് അപ്പോൾ ഈ ചേച്ചിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം തോന്നേണ്ടുന്നത് ആ നടത്തിപ്പുകാരുടെ അടുത്താണ് തോന്നേണ്ടിയിരുന്നത്. അല്ലാതെ ആ ഒരു മൊമെൻറ്റിൽ ആസിഫേട്ടൻ ഇതുപോലെ പുരസ്കാരം തരാൻ വരുമ്പോഴത്തേക്കിന് അതിനെ തള്ളി മാറ്റിക്കൊണ്ട് അപമാനിച്ചിറക്കി വിട്ടുകൊണ്ടുള്ള പരിപാടികളല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തും തോന്നിക്കോട്ടെ. നിങ്ങൾ അങ്ങാടി തോറ്റേന് അമ്മയോടെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അതേപോലത്തെ ഒരു പരിപാടിയാണ് നിങ്ങളിവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു കലാകാരനല്ല, നിങ്ങളെ ഒരു കൊലാകാരനായതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ മലയാളി പ്രേക്ഷകരും എല്ലാ മലയാളികളും ആസിഫിക്ക്
ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും നിങ്ങൾക്കെതിരെ ഇത്ര രൂക്ഷമായിട്ട് സംസാരിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ആസിഫേട്ടനാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്താനെ കൊണ്ട് മീഡിയയുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നുണ്ട്. അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷെ ഇന്നലെ ഉണ്ടാവുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് സംസാരിക്കുന്നത്. അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത്, ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു, വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ മൊമെന്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എന്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. എടോ രമേശ് നാരായണ ഗുരാമ, കണ്ട് പഠിക്കടോ, കണ്ട് പഠിക്കുക. ഇത്രയും ആളുകളെല്ലാം ഒത്തുകൂടിയിരുന്ന ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഇത്രയും മീഡിയ കവറേജ് ഒക്കെ വന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും കണ്ടിട്ടുള്ള ഈ ഒരു ഇൻസിഡന്റിൽ ഇത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടും ആസിഫിക്കയെ പോലുള്ള ഒരു വ്യക്തി, ഒരിക്കലും ഒരു നടനല്ല, ഒരു വ്യക്തിയാണ് വന്ന് സംസാരിക്കുന്നത്. കണ്ടു പഠിക്കണം ഒരു മനുഷ്യന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റി എന്താണെന്നുള്ളത്. അല്ലാതെ താൻ എന്തോ വലിയ പുരസ്കാരങ്ങൾ പുളിത്തിയെന്നോ ഒലത്തിയെന്നോ മലത്തിയെന്നോ പറഞ്ഞുകൊണ്ട് ഒരാളുടെ അടുത്ത് ഒരിക്കലും ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. എന്നിട്ടും ഈ ഒരു മനുഷ്യൻ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരിക്കലും ഒരു നടനല്ല, ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ കണ്ട് പഠിക്കേണ്ട സാധനമാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഓക്കെ, ബാക്കി കൂടെ കേൾക്കാം. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു. കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു. പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല. ഒരു മനുഷ്യനും അങ്ങനെ, ഒരു കലാകാരനും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആസിഫേട്ടൻ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് കാര്യമാണ്. ഒരിക്കലും ഒരു മനുഷ്യനോ നല്ലൊരു കലാകാരനോ ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇയാൾ അതങ്ങനെ പ്രവർത്തിച്ചുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഇയാൾ ഒരിക്കലും ഒരു കലാകാരനല്ല, ഒരു കൊലാകാരനാണ്. അഹങ്കാരം തലയ്ക്ക് മത്ത് പിടിപ്പിച്ചപ്പോൾ ഇയാൾ മനുഷ്യൻ എന്നുള്ള സാധനത്തിൽ നിന്ന് മാറിയിട്ട് ഇയാൾ വേറെന്തോ സംഭവമാണെന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. അതാണ് ഈ സംഭവങ്ങളെല്ലാം പറ്റിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇയാളെ ഒരിക്കലും ഒരു കലാകാരൻ എന്ന് നമുക്ക് വിളിക്കാനോ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാനോ സത്യം പറഞ്ഞാൽ ഉളുപ്പ് തോന്നണം. അവിടെ ഉളുപ്പ് തോന്നണം. ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെയോ പുരസ്കാരങ്ങൾ കൊണ്ടുവന്നു പറയുന്നുണ്ട്. ഒരിക്കലും ആ ഒരു പുരസ്കാരങ്ങളിലല്ല വാല്യൂ ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരെ എന്താ പറയുക, മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്നതിലാണ് ഈ പറയുന്ന ഒരാൾക്ക് വാല്യൂ, റെസ്പെക്ട് എന്ന് പറയുന്ന സാധനങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ താൻ എന്തോ പുരസ്കാരം കൊളുത്തി എന്ന് പറഞ്ഞിട്ടല്ല തനിക്ക് ഒരാൾ റെസ്പെക്റ്റും വാല്യൂ തരാൻ പോകുന്നത്. എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണം. അത് എനിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലേ? കാര്യം ആ ഒരു മൊമെന്റിൽ അയാൾക്ക് തോന്നിപ്പോയതായിരിക്കാം, ആ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ കൊണ്ട് തോന്നിപ്പോയതായിരിക്കും എന്നുള്ള രീതിയിലേക്ക് ആസിഫേട്ടൻ പറയുമെങ്കിൽ പോലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ അയാളുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അയാൾ പെരുമാറിയ ഒരു രീതി പക്വതക്കുറവിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും പ്രായമൊക്കെ ആയിട്ടുള്ള മനുഷ്യർ, ഇത്രയും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു കുണതാപ്പനല്ലേ, ഒരു കിഴങ്ങനല്ലേ. അപ്പം പിന്നെ അതിൻ്റെ കുറവൊന്നും പറയാൻ പറ്റില്ല. അപ്പം അയാളുടെ ഉള്ളിലുള്ള വിഷം അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മനസ്സിലായി ഈ പറയുന്ന ആ ഒരു നാരായണ മൂർത്തി ആരാണെന്നും എന്താണെന്നും അയാൾ എങ്ങനത്തെ ഒരു വിഷം തുപ്പുന്ന ജന്തുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് മീഡിയാസിൻ്റെ മുന്നിലൊക്കെ വന്നിരുന്നുകൊണ്ട് ഇപ്പം അതിനെല്ലാം ന്യായീകരിച്ച് വെളുപ്പിക്കാനെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഞാൻ ക്ഷമ പറയാം, അല്ലാതെ അയാൾക്കെപ്പോഴും തെറ്റ് തോന്നി എന്നുള്ളതല്ല. പിന്നെ ഇതിനകത്ത് ആസിഫേട്ടൻ പറയുന്നുണ്ട് അയാൾ പിന്നീടാണെങ്കിൽ വിഷമമുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോഴും ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ആസിഫേട്ടനാണ്, നല്ലൊരു മനുഷ്യനാണ്, ഒരിക്കലും അയാൾക്ക് ഒരു മോശം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനകത്തും സംസാരിക്കുന്നത്. ഈ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പശ്ചാത്താപം തോന്നിയിട്ടാണ് അയാൾ അങ്ങനെ ഒരു ക്ഷമ ചോദിച്ചത് എന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഇതേപോലെയുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും മനസ്സിലാക്കുക, നമ്മളിപ്പം കലാകാരൻ എന്നല്ല, ജീവിതത്തിൽ ഒരു മനുഷ്യന് അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം തലയിൽ പിടിച്ച് കയറി കഴിഞ്ഞാൽ ജീവിതം നശിച്ചു കൂടി.